ഞാനിവിടെ ആലു പൊറോട്ടയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കേരളത്തിലുള്ളവർക്ക് അത്ര പരിചയം ഉണ്ടാവത്തില്ല, ഒരു പക്ഷേ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്ന ഒന്നല്ല ആലു പൊറോട്ട. നോർത്ത് ഇന്ത്യയിലുള്ളവരെല്ലാം ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ആലു പൊറോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആലു പൊറോട്ടയ്ക്കായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആലു പൊറോട്ടയ്ക്കാണെങ്കിലും മാവ് കുഴച്ച് വെക്കുന്നത് സാധാരണ ചപ്പാത്തിയുടെ മാവ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതും. ഞാനിതിന് മുൻപ് ചപ്പാത്തിയുടെ റെസിപ്പി ഇട്ടിട്ടുള്ളതാണ്. വളരെ നല്ല റെസ്പോൺസുമാണ് അതിന്. അപ്പം അത് കണ്ടിട്ടുള്ളവരും ഇല്ലാത്തവരും എല്ലാം ഇതും കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഇതുണ്ടാക്കാനായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ ഓയിലും ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി സാധാരണ വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കാം. ഞാൻ ചപ്പാത്തിക്കുള്ള മാവാണ് തയ്യാറാക്കുന്നത്. ചപ്പാത്തിക്ക് മാവ് കുഴിക്കുമ്പോഴേക്കും ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ചപ്പാത്തിയുടെ റെസിപ്പി കണ്ടിട്ട് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കി വെക്കുന്നതിനെക്കുറിച്ച്. മാവ് കുഴച്ചിട്ട് എത്ര നാൾ വെക്കാം, എങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണോ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു ആൾക്കാർക്ക്. സാധാരണ ചപ്പാത്തി കുഴച്ച് വെക്കുമ്പോൾ ഒത്തിരി ചൂടുള്ള കാലാവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ വരെയൊക്കെ ചപ്പാത്തിയുടെ മാവ് പുറത്ത് വെക്കാൻ പറ്റും. കാരണം അത് കേടാവത്തില്ല. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു 11 മണി 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ട് കിടക്കുകയാണെങ്കിലും രാവിലത്തേക്ക് കുഴപ്പമില്ലാതെ അത് നല്ല ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതല്ല ഒത്തിരി ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാവും ചീത്തയായി പോകും പുറത്തിരുന്നാൽ. അപ്പം അങ്ങനെയുള്ളപ്പം അത് കുഴച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. പിന്നെ ഉണ്ടാക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുൻപെങ്കിലും അത് വെളിയിലെടുത്ത് വെക്കണം. എങ്കിലേ അല്ലെന്നുണ്ടെങ്കിൽ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിക്കാവുള്ളൂ. ഒരിക്കലും വെള്ളം ഒരുപാട് ഒന്നിച്ചങ്ങ് ഒഴിച്ച് കൊടുക്കരുത്. ഇനി ഇതിനെ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. അതൊന്നെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു തുണി നനച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി. അപ്പോഴേക്കും അതങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എയർ കയറുമ്പോഴത്തേക്കും ഈ പുറഭാഗം മുഴുവൻ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. ആലു പൊറോട്ടയ്ക്കായിട്ട് ഞാനിവിടെ 2 വലിയ പൊട്ടാറ്റയാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ മാഷ് ചെയ്തെടുത്താണിത്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരല്പം മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഈ മല്ലിയില ചേർക്കണ്ട. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഓപ്ഷണലാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 സ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. മുളക് പൊടി എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർക്കാം. ഞാനതിൽ ഈ 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം ഈ പൊട്ടറ്റോ കൂട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇതിനെ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കാം. ഇപ്പം ചപ്പാത്തിയുടെ മാവ് തയ്യാറാക്കി വെച്ചിട്ട് 1/2 മണിക്കൂർ നേരം ആയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഈ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ആ ഒരു വലിപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് ചപ്പാത്തിക്കായിട്ട് പരത്തി തുടങ്ങാം. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം ഗോതമ്പ് പൊടിയിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഒന്നുകൂടി പരത്തിയെടുക്കാം. ഒരു പൂരിയുടെ വലിപ്പത്തിൽ ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. ഈ പൊടിയൊന്ന് തൂത്ത് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇത് ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ഉരുള ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ മടക്കിയെടുക്കാം. അപ്പം ഇങ്ങനെ വരുമ്പോഴേക്കും ഇതിലേക്ക് കൂടുതലായിട്ട് മാവ് ഒരല്പം കൂടുതലായിട്ട് തോന്നാം. അപ്പോൾ ആ മാവ് എടുത്ത് മാറ്റി വെക്കാം. കാരണം അത് നമ്മൾ വീണ്ടും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആ മാവ് തന്നെ ഉപയോഗിക്കാം. ഇനി ഇതിനെ കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ പരത്തി വരുമ്പോഴേക്കും ഈ ഒരു കട്ടി ഉണ്ടാകും ഇതിന്. കാരണം
ഒരുപാട് സാധാരണ ചപ്പാത്തി പോലെ ഇതിനകത്ത് ഈ ചേരുവകളുള്ളതുകൊണ്ട് ഇത് ഒരുപാട് തിന്നായിരിക്കത്തില്ല. അപ്പോൾ ഈ ഒരു കട്ടിയിൽ ചുട്ടെടുക്കാം. ഒരു സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ ചട്ടം വെച്ച് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചപ്പാത്തി കൂടുതൽ പൊന്തി വരാനായിട്ട് സഹായിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യണം. വളരെ നല്ലൊരു റെസിപ്പിയാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.